ഉത്കണ്ഠയും ആശങ്കയും നിറഞ്ഞ ഒരു ദിവസമാണ് കടന്നുപോയത്. ഇസ്രായേൽ ഇറാൻ പോരാട്ടം ഏതൊക്കെ തലത്തിലേക്ക് കടക്കുമെന്ന ആശങ്കയിലായിരുന്നു ലോകം. എന്നാൽ ഒരു ദിവസം കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. ഇരു രാജ്യങ്ങളും പ്രതികരണങ്ങളൊന്നും നടത്തിയതുമില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തന്ത്രപ്രധാന മേഖലയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ആക്രമിച്ചതായി ഇസ്രായേലും ആക്രമിക്കപ്പെട്ടതായി ഇറാനും പറഞ്ഞിട്ടില്ല. എന്നാൽ ആക്രമണം നടന്നിട്ടില്ലെന്ന് പറയുന്നുമില്ല. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് കടിഞ്ഞാണിടാൻ കാര്യമായ ഇടപെടൽ ഉണ്ടായെന്ന് വ്യക്തം. എന്നാൽ ആശങ്ക പൂർണ്ണമായും മാറിയിട്ടില്ല. ഇസ്രായേലിനെതിരെ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളും നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. ഇതിന് മറുപടിയായാണ് ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 7 സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 24 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായി ഏപ്രിൽ 14 ഇറാൻ ഇസ്രായേലിലേക്ക് 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും പായിച്ചു. യുഎസിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അറിയിച്ച ശേഷമായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ യുഎസിൻ്റെയും യുകെയുടെയും പിന്തുണയോടെ ഇറാൻ്റെ മിക്ക ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതിനാൽ ആളപായം ഉണ്ടായില്ല. പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടു. ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ മുറിവേറ്റ ഇസ്രായേൽ ഈ രാജ്യങ്ങളുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. പകരം ഇറാനെ ആക്രമിക്കുകയായിരുന്നു. ഇതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഖം രക്ഷിക്കുക കൂടിയായിരുന്നു ചെയ്തത്. ഇറാൻ്റെ അണ്വായുധ പദ്ധതികളുടെ കേന്ദ്രമായ അഷ്ബഹാനിലും തബ്രീസിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രം പുറത്തു വന്നിട്ടില്ല. എന്നാൽ ആശങ്ക പൂർണ്ണമായി മാറിയിട്ടില്ല. ഇരു രാജ്യങ്ങളും വീണ്ടും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ.